അല്ലാഹു സൃഷ്ടിച്ച അവന്റെ പടപ്പുകളിൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ സ്ഥാനമുള്ള മഹാനാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിന്റെ മഹത്വം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാറ്റിലും ഉപരി ഇബ്രാഹിം നബി ആരാ? മുത്ത് നബി തങ്ങളുടെ വല്ലിപ്പയും കൂടിയാണ്. ആ മഹത്വം ഇബ്രാഹിം നബിക്കുണ്ട്. എന്നിട്ടും നാളെ ഖിയാമത്ത് നാളിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹ്ശറയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. അത് കൺകുളിർക്ക കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പട്ടുവസ്ത്രം ധരിച്ച് സ്വർണത്തിന്റെ കിരീടമണിഞ്ഞ് ഒരു രാജാവിനെ പോലെ മലക്കുകളുടെ അകമ്പടിയിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ രംഗം ദൂരെ നിന്നെങ്കിലും ഒന്നെത്തി നോക്കാൻ ഈ പാപികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പഠിച്ചവനോട് ദുആരക്കും, പഠിച്ചോനെ ഖിയാമത്ത് നാളില് മുത്ത് നബി തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റബ്ബേ. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ഈ സദസ്സിലേക്ക് ഒരു മഹാനായ സയ്യിദ് കടന്നു വന്നെന്ന് വിചാരിക്കുക. ഒരു മഹാനായ സയ്യിദ്, ഒരു ഉദാഹരണം പറഞ്ഞാൽ 185 കൊല്ലം മുമ്പ് വഫാത്തായി പോയ മഹാനായ ഖുതുബുസ്സമാൻ മമ്പറം സയ്യിദ് അലവി മൗലവി തബീല ഖദ്ദസല്ലാഹു സിറഹു. സങ്കൽപ്പിക്കട്ടെ, മഹാനായ മമ്പറങ്ങൾ ഈ മജ്ലിസിലേക്ക് ഇങ്ങനെ കയറി വന്നെന്ന് വിചാരിക്കുക. ആലോചിച്ച് നിങ്ങള്, എന്തായിരിക്കും ആ മുഖത്തുള്ള ഈമാനികമായ തിളക്കം, എന്തായിരിക്കും ആ തലപ്പാവിന്റെ ഗംഭീര്യം, എന്തായിരിക്കും ആ പുഞ്ചിരിയുടെ വശ്യത. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാവല്ലേ, മഹാനായ പണ്ഡിതനല്ലേ, ആത്മീയമായ ചക്രവാളങ്ങൾ താണ്ടിക്കടന്ന ആത്മീയ ലോകത്തെ ചക്രവർത്തിയല്ലേ, ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ മജ്ലിസിലേക്ക് ഇങ്ങനെ കയറി വന്നാൽ ഈ കസേരയിൽ ഏതെങ്കിലും ഒരാൾ ഇരിക്കുവോ? എഴുന്നേറ്റ് ഓടിച്ചെല്ലൂലേ? ആ മഹാനായ സയ്യിദ് അവറുകളുടെ കൈ പിടിച്ച് നമ്മൾ ചുംബിക്കൂലേ? ആ കാലിൽ വീണ് നമ്മൾ ആ കാല് പോലും ചുംബിക്കുകയില്ലേ? മുത്തി മടക്കുകയില്ലേ? ഇങ്ങനെ സങ്കല്പിക്കുക, ഇവിടെ 2000 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഒരു 2000 ആൾക്കാർ കൂടി നിൽക്കുന്ന സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട മമ്പറങ്ങൾ വന്നത് വിചാരിക്കുക. ഈ 2000 ആൾക്കാരും കൂടി ചെന്ന് പൊതിഞ്ഞാൽ നമുക്ക് തങ്ങളെ കാണാൻ പറ്റുമോ? കൂട്ടത്തില് തങ്ങളെ ഒന്ന് കൈപിടിക്കാൻ കഴിയോ? അവിടുത്തെ കാലിൽ വീണ് മുത്താൻ കഴിയോ? തങ്ങളോടൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുമോ? അത്രയും തിരക്കായില്ലേ? ഈ 2000 ആൾക്കാരൊന്നും കൂടി പിന്നെ ആ തിരക്കിന്റെ ഉള്ളിലൂടെ കടന്നു ചെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഒരു നോക്കെങ്കിലും കാണാൻ നമുക്ക് കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ മഹ്ശറയിലെ അവസ്ഥ ആലോചിച്ച് നിങ്ങള്, കോടിക്കണക്കിന് വരുന്ന ആശിഖീങ്ങൾ മുത്ത് നബി തങ്ങളെ പൊതിഞ്ഞു നിൽക്കുമ്പോൾ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അകമ്പടിയായി എണ്ണിയാൽ ഒടുങ്ങാത്ത മലക്കുകൾ മുത്ത് നബി തങ്ങളുടെ ചുറ്റും ഇങ്ങനെ നിരനിരയായി നിന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തിരക്കിന്റെ ഉള്ളിലൂടെ ഊളിയിട്ട് ചെന്നിട്ട് ആ തിരക്കുകളെയൊക്കെ വകഞ്ഞു മാറ്റി, ആ ജനത്തിരക്കുകളൊക്കെ മാറ്റിയിട്ട് മുത്ത് നബി തങ്ങളെ കാണാൻ നമുക്ക് സാധിക്കുമോ? ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാവില്ലേ? മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടാവില്ലേ? ഈസാ നബി ഉണ്ടാവില്ലേ? നൂഹ് നബി ഉണ്ടാവില്ലേ? 1,24,000 വരുന്ന നബിമാർ മുത്ത് നബി തങ്ങളുടെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ടാവില്ലേ? അവരുടെ ഉമ്മത്തുണ്ടാവില്ലേ? ഈ ഉമ്മത്തിലെ മഹാരഥന്മാരായ ഹബീബിന്റെ കോടിക്കണക്കിന് വരുന്ന ആശിഖീങ്ങൾ ഉണ്ടാവില്ലേ? ഓലെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നിങ്ങള്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ ചൊല്ലുന്ന സ്വലാത്തുകൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അടുപ്പിക്കുന്ന ഒരു അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാ നാളെ എന്നോടടുത്ത് വരുന്ന ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ പറച്ചിൽ കേൾക്കുമ്പോ 300 സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മൾ ഇങ്ങനെ സന്തോഷത്തിലിരിക്കണ്ട. ഈ ചൊല്ലുന്ന സ്വലാത്തോടൊക്കെ നബി തങ്ങൾ അരികിലേക്ക് എത്തുന്നു. സഹോദരങ്ങളെ, ഒരു മഹാന്റെ ചരിത്രം പറയാം. പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദ എഴുതിയ വിശുദ്ധമായ ഖസീദത്തുൽ ബുർദ എന്ന മഹനീയമായ മദഹിന്റെ അത്ഭുതകരമായ കാവ്യം ലോകത്തിന് സമ്മാനിച്ച മഹാനായ ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസീരി റളിയല്ലാഹു അൻഹു ആ ഖസീദത്തുൽ ബുർദ എന്ന 150-ലേറെ വരികളുള്ള മഹനീയമായ വരികൾ എഴുതിയിട്ട്, ആ മദഹിന്റെ പാട്ടെഴുതിയിട്ട്, കവിത എഴുതിയിട്ട് തന്റെ പ്രിയപ്പെട്ട ആത്മീയ ഗുരുവായ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അത് കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ഇന്ന് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ മെഡിറ്ററേനിയൻ കടലിന്റെ കുഞ്ഞോളങ്ങൾ തടികിത്തലോടുന്ന അലക്സാണ്ട്രിയയിലാണ് മഹാനായ
ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവും അവിടുത്തെ ആത്മീയ നേതാവായ ആത്മീയ ഗുരുനാഥനായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു അന്തിയുറങ്ങുന്നത് അടുത്തടുത്ത സ്ഥലങ്ങളിലാണ്. അടുത്തടുത്ത സ്ഥലങ്ങളിൽ അവരന്തിയുറങ്ങുകയാണ്. ജീവിതകാലത്ത് ആത്മീയ പാതയിൽ ഒരുമിച്ച ആ ഗുരുനാഥനെയും ശിഷ്യനെയും മരണശേഷവും അല്ലാഹു ഒരുമിപ്പിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ സന്ദർശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, പഠിച്ചവരോട് നമ്മൾ ദ്വാരക്കുക. ഈ മഹാന്മാരുടെയൊക്കെ ഹളറത്തിലേക്ക് നമുക്ക് പോകണം. കുറെ പൈസ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ പെട്ടിന്റെ ഉള്ളിൽ അട്ടിക്ക് വെച്ചിട്ട് അവസാനം മരിച്ചിട്ട് മക്കൾ അതിന്റെ പേരിൽ അടിയും പിടിയും കച്ചറയും ഉണ്ടാക്കുന്നതിന് പകരം അതൊക്കെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കോളി. ഹജ്ജ് ഉംറയൊക്കെ ചെയ്തോളി. മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ മഖ്ബറയിൽ ചെന്ന് അവരുടെ ഹളറത്തിൽ ചെന്ന് ദുആ ചെയ്യുക. അവരുടെ ഹളറത്തിൽ വന്ന ആൾക്കാർക്ക് നാളെ പടച്ചവനടുത്ത് അവരൊരു ശഫാഅത്ത് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും പെടൂലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനൊന്നും വലിയ ചെലവുള്ള സംഗതിയൊന്നുമില്ല ഈ കാലത്ത്. എന്തായാലും നമ്മൾ വീടുണ്ടാക്കണതിന്റെ ഒരു 20-1 പോലും അതിന് ചെലവുണ്ടാവില്ല. നമ്മൾ അനാവശ്യമായി ചെലവഴിക്കുന്ന പൈസയുടെ പകുതി പോലും നമുക്ക് അതിന് ആവശ്യം വരില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അൽഹംദുലില്ലാഹ് സാർവത്രികമായി നടക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ ഹളറത്തിലെത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങ് ബഗ്ദാദിൽ പോകണം. മഹാനായ ഗൗസുൽ ആലമിന്റെ ഹളറത്തിൽ എത്തണം. ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എല്ലാ ദിവസവും നമ്മൾ ഫാത്തിഹ ഓതുന്ന മഹാനല്ലേ അത്? ഖുതുബിയത്തും മാലയും മൗലിദുമായിട്ട് നമ്മൾ എക്കാലം ഓർക്കുന്ന മഹാനല്ലേ? അവരുടെ ഹളറത്തിലേക്ക് ഒന്ന് ചെല്ലണ്ടേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതായാലും മഹാനായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖസീദത്തുൽ ബുർദ എഴുതിയിട്ട് ബഹുമാനപ്പെട്ട തന്റെ ഗുരുനാഥൻ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു ഹളറത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ആ കവിത ഇങ്ങനെ വായിച്ചിട്ട് പ്രിയപ്പെട്ട ഗുരുനാഥന് വല്ലാത്ത സന്തോഷമായി. തന്റെ ശിഷ്യനെ കുറിച്ച് ഓർത്ത് വല്ലാത്ത അഭിമാനം തോന്നി. ഉസ്താദ് പറഞ്ഞു, ഹദിഹിൽ ഖസീദ തഅലു വലാ യുഅല അലൈഹാ. ഈ ഖസീദ, ഈ മഹനീയമായ പാട്ട് ലോകത്ത് എക്കാലവും മുത്തുനബി തങ്ങളുടെ മദ്ഹിന്റെ കാര്യത്തിൽ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യുന്നതാ. ഇതിനെ കവച്ചു വെക്കുന്ന ഒരു കവിതയും ഇനി ലോകത്ത് ജനിക്കാനില്ല. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് പറയുന്നത്. ആ കാര്യം മഹാനായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖസീദത്തുൽ ബുർദയെ കുറിച്ച് പറഞ്ഞ ആ കാര്യം ഇന്നും സത്യമായി നിലനിൽക്കുകയാണ്. മുസ്ലിം ലോകത്ത് ബുർദ എന്ന് പറയുന്ന മഹത്തായ കവിതയെ കവച്ചു വെക്കുന്ന ഒന്ന് പിന്നീട് ഉണ്ടായിട്ടില്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ബുർദ ചൊല്ലാത്ത ഒരു നാടുണ്ടാവില്ല. നമ്മുടെ നാട്ടില് പോലും ഒരു വഅദിന്റെ മജ്ലിസ് ഉണ്ടെങ്കിൽ അതിന്റെ തുടക്കത്തിൽ ബുർദ ഓതിയിട്ടാണ് അത് തുടങ്ങാറുള്ളത്, അല്ലേ? അതൊരു വലിയ ബറക്കത്താണ്. മഹാനായ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിന്റെ ബറക്കത്താണത്. ആ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക് ഇന്നും സത്യമായി പുലർന്നു കിടക്കുകയാണ്. ആ നാവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഓരോ ദിവസവും 50,000 സ്വലാത്തുകൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ചൊല്ലിയ മഹാനാ അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു. നമുക്ക് ചിന്തിക്കാൻ കഴിയും. 50,000 സ്വലാത്തുകൾ ദിവസേന ചൊല്ലിയ മഹാനായ അബുൽ അബ്ബാസ് മുർസി തങ്ങൾ ഉണ്ടാവുമ്പോ അദ്ദേഹത്തെ കവച്ചു വെച്ച് മുത്തുനബി തങ്ങളുടെ ഹദറത്തിലേക്ക് നാളെ മഹ്ശറയിൽ ചെല്ലാൻ നമുക്ക് സാധിക്കുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഞാൻ അങ്ങയുടെ അരികിൽ ഒന്ന് വന്നിരുന്നോട്ടെ നബിയേ എന്ന് ചോദിച്ചാൽ ജീവിതകാലം മുഴുവൻ മുത്തുനബി തങ്ങളുടെ അരികിലിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് മാറിത്തരുമോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ പിടിച്ചൊന്ന് മുത്തിക്കോട്ടെ എന്ന് ചോദിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുത്തിമണത്ത അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ മാറിത്തരുമോ? ഹബീബേ, ഞാൻ അങ്ങേക്കൊന്ന് ഖിദ്മത്തെടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ 10 കൊല്ലം മദീനയിൽ മുത്തുനബി തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് അവസരം തരുമോ? നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ചെരുപ്പ് ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് അവസരം തരുമോ? ഹബീബേ, അങ്ങേക്ക് പല്ല് തേക്കാനുള്ള മിസ്വാക്ക് ഞാനൊന്ന് എടുത്തു തരട്ടെ എന്ന് ചോദിച്ചാൽ അതിന് ഞാനുണ്ടല്ലോ, നിന്റെ ആവശ്യം എന്താണ്? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നമുക്ക് മാറിത്തരുമോ? അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട് അവിടെ. അതിനൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ കാത്തുക്കുക. മുത്തുനബി തങ്ങളെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ആ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഹബീബിനെ കാണാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഈ സ്വലാത്ത് ചൊല്ലുന്നത് കാരണത്താൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ പൂമുഖം നാളെ മഹ്ശറയിൽ വെച്ചെങ്കിലും ഞങ്ങളെ ഒന്ന് കാണിക്കണേ അല്ലാഹ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ കാലത്ത് ബനൂ ഇസ്രായേലിലെ ഒരു തമ്മാടിയായിരുന്ന പാപിയായിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ജനങ്ങളെ വല്ലാതെ ആക്രമിച്ചയാളാണ്.
അയാൾ മരിച്ചപ്പോൾ ഒരാളും വന്നില്ല. അയാളെ മയ്യത്ത് കുളിപ്പിക്കാൻ തയ്യാറായില്ല. അയാളെ കഫൻ ചെയ്യാൻ ആരും വന്നില്ല. മയ്യത്ത് നിസ്കരിക്കാനും ആരും വന്നില്ല. അയാളെ കബറടക്കാൻ പോലും ആരും മുന്നോട്ട് വന്നില്ല. ആൾക്കാർ അയാളുടെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ഒരു കുപ്പത്തൊട്ടിയിൽ ചീഞ്ഞു നാറുന്ന മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ടുപോയി തള്ളുകയാണ്. ആലോചിച്ചോക്ക്, എത്ര മോശപ്പെട്ട ആൾക്കാരാണെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ വെറുപ്പൊക്കെ മാറ്റി വെക്കുമല്ലോ. മരിച്ചില്ലേ, ഒന്ന് നിസ്കരിക്കാനും കബറടക്കാനൊക്കെ എല്ലാവരും കൂടും. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും മരണത്തോടു കൂടി നമ്മൾ ആ ദേഷ്യമൊക്കെ ഒന്ന് മറക്കും. ഈ മനുഷ്യൻ മരിച്ചിട്ടും ആൾക്കാർക്ക് അയാളോടുള്ള വെറുപ്പ് മാറിയിട്ടില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അത്രമേൽ തമ്മാടിത്തങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഒരാൾ ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വഹി നൽകുന്നത്, മൂസാ നബിയേ, ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട്, ആരും അയാളെ ഖബറടക്കിയിട്ടില്ല. ആ മനുഷ്യനെ നിങ്ങൾ ഏറ്റെടുക്കണം. അയാളുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിച്ച് ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്ത് അയാളെ നിങ്ങൾ ഖബറടക്കാൻ മുന്നോട്ട് വരണം. മൂസാ നബി ഒരാളുടെ മേലിൽ മയ്യത്ത് നിസ്കരിച്ചാൽ ആ മനുഷ്യൻ അല്ലാഹു പുറത്തു കൊടുക്കുന്ന ഉറപ്പല്ലേ? ദ്വാരക്കണത് ആരാ? മൂസാ നബി അല്ലേ? അല്ലാഹു തട്ടിക്കളയൂലല്ലോ. മൂസാ നബിയോട് തന്നെ അല്ലാഹു ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞത് എന്തിനായിരിക്കും? ആ മനുഷ്യന് സ്വർഗം കൊടുക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചു, പഠിച്ചവനെ, ജനങ്ങളെല്ലാവരും വെറുപ്പോട് കൂടി കൊണ്ടുപോയി തള്ളിയ ഈ മനുഷ്യന്റെ മയ്യത്ത് ഞാൻ ഏറ്റെടുക്കണമെന്ന് നീ പറയാനുള്ള കാരണം എന്താ? അതിന്റെ പിന്നിലുള്ള സിറെന്താ? അല്ലാഹു പറഞ്ഞു അത്രേ, മൂസാ നബിയെ, ജനങ്ങളുടെ മുമ്പിൽ അയാൾ ഒരുപക്ഷേ തമ്മാടിയായിരിക്കാം, പക്ഷേ എന്റെ കണക്കിൽ അയാൾ സ്വർഗാവകാശിയാണ്. ഞാൻ അയാളെ സ്വർഗത്തിൽ കടത്താൻ പോവുകയാണ്. ആ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ എന്റെ അരികിൽ സ്വീകരിക്കപ്പെടുന്നയാളാണ്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബേ, ഇത്രമേൽ തമ്മാടിയായ ഒരു മനുഷ്യൻ മരണത്തോടുകൂടി നിന്റെ അരികിൽ സ്വീകരിക്കപ്പെടാൻ കാരണം എന്താണ്? അല്ലാഹു പറഞ്ഞു അത്രേ, മൂസാ നബിയെ, നിങ്ങളെ തൗറാത്തില്ലേ, ആ തൗറാത്തില് ഞാൻ എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മനുഷ്യൻ ഒരിക്കൽ തൗറാത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഇങ്ങനെ വായിക്കാനിടയായി. ഉടനെ തന്നെ, പടച്ചോനെ, നിന്റെ അമ്പിയാക്കളുടെ കൂട്ടത്തിലെ മഹാനായ നബിയാണല്ലോ ഇത്, ഇതുവരെ ജനിച്ചിട്ടില്ലെങ്കിലും വലിയ മഹത്വങ്ങളുടെ ഉടമയായി നീ ലോകത്തേക്ക് സമ്മാനിക്കാൻ, ലോകത്തേക്ക് നിയോഗിക്കാൻ പോകുന്ന മഹാനായ പ്രവാചകനാണല്ലോ ഇത് എന്നുള്ള ഉദ്ദേശത്തോടെ ആ മനുഷ്യൻ തൗറാത്ത് ഇങ്ങനെ ഉയർത്തിയിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ പേരുള്ള ഭാഗത്ത് ചുണ്ടുകൾ വെച്ചൊരു ചുംബനം നൽകുകയാണ്. ആ ഒരൊറ്റ കാരണത്താലാണ് മൂസാ നബിയെ ഈ മനുഷ്യന്റെ തെറ്റ് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നത്. ചിന്തിക്കണം നമ്മള്, ഈ മനുഷ്യന് ഈ ഉമ്മത്തിൽപ്പെട്ട ആളല്ല, മുത്തുനബി തങ്ങൾ ജീവിച്ച കാലത്ത് ജീവിച്ച ആളല്ല, ഹബീബായ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെയും എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പേരിനെ ഒന്ന് ബഹുമാനിച്ചതിന്റെ പേരിൽ, ആ പേരിനെ ഒന്ന് ചുംബിച്ചതിന്റെ പേരിൽ മറ്റൊരു റിവായത്തിലെ റിപ്പോർട്ടിൽ കാണാം, നബി തങ്ങളുടെ പേര് കണ്ടപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ആ തമ്മാടിയായ മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ, അയാളുടെ മയ്യത്ത് നിസ്കരിക്കേണ്ട ചുമതല മൂസാ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചുവെങ്കിൽ, അയാൾക്ക് സ്വർഗത്തിലേക്ക് ഒരിടം കൊടുത്തെങ്കിൽ, കാരുണ്യത്തിന്റെ ലോകത്തേക്ക് ആ മനുഷ്യനെ അല്ലാഹു കൊണ്ടുപോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തല്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ അനുഗ്രഹവും കിട്ടേണ്ടത് നമുക്കല്ലേ? ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അല്ലാഹു വെറുതെയാക്കില്ല എന്നതിന് ഈ ചരിത്രം സാക്ഷിയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിനെ ഒരു തവണ ഒരാൾ ബഹുമാനിച്ചാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ ആ ഒരൊറ്റ അമല് മാത്രം മതിയാകുമായിരിക്കാം. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരിക്കലും അവസാനിക്കാത്ത നന്മകളാണ്, അവദാനങ്ങളാണ്, മഹത്വങ്ങളാണ്, ഗുണവിശേഷണങ്ങളാണ്, സ്ഥാനമാനങ്ങളാണ് മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ മുഹമ്മദ് എന്ന നാമത്തിനുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ണുകളുടെ വെളിച്ചമാണ്, ഹൃദയങ്ങളുടെ പ്രകാശമാണ്, അത് ആത്മാവിന്റെ സുഗന്ധമാണ്, അത് ഹിദായത്തിന്റെ സൂര്യനാണ്, അത് കരുണയുടെ അരുണോദയമാണ്. ആഖോ കാ താരാ നാമേ മുഹമ്മദ്, दिल का उजाला नामे मोहम्मद,
का तारा नामे मोहम्मद दिल का उजाला नामे मोहम्मद मीमिल പിറന്ന നാമം മുഹമ്മദ് മുഹമ്മദീന രാജ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സകല മനുഷ്യർക്കും കാരുണ്യമായി അല്ലാഹു നിയോഗിച്ചു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ജിബ്രീലേ, ഞാൻ ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമാണല്ലോ, അള്ളാന്റെ സൃഷ്ടികൾക്കെല്ലാം കരുണയായിട്ടല്ലേ പഠിച്ചോൻ എന്നെ നിയോഗിച്ചത്. ജിബ്രീൽ, താങ്കളോടൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എന്റെ കാരുണ്യം എപ്പോഴെങ്കിലും താങ്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉണ്ട് നബിയേ, അങ്ങയുടെ കാരുണ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ സമാധാനത്തോടുകൂടി മനസ്സിൽ പ്രയാസങ്ങളില്ലാതെ ജീവിക്കുന്നത്. എന്തായിരുന്നു കാര്യമെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ മാറി നിന്നപ്പോൾ ആ ഇബ്ലീസിനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അത് കണ്ട് ഞാൻ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. ഇബ്ലീസ് എത്ര വലിയ സ്ഥാനമുള്ളവനായിരുന്നു, എത്ര മഹത്വമുള്ളവനായിരുന്നു, മലക്കുകളുടെ ലോകത്ത് എത്ര ഉന്നതനായിരുന്നു. എല്ലാ സ്ഥാനവും നഷ്ടപ്പെടാൻ ഒരു നേരത്തെ പ്രവർത്തനം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഒരു വാക്ക് മാത്രമേ പറയേണ്ടി വന്നുള്ളൂ. ആ വാക്ക് കാരണത്താൽ ഇബ്ലീസിന്റെ ഈമാൻ നഷ്ടപ്പെടുകയാ, ഇബ്ലീസ് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അടിയോടിക്കപ്പെടുകയാ, കാലാകാലം വെറുക്കപ്പെട്ടവനായി ശപിക്കപ്പെട്ടവനായി മാറുകയാണ്. ഞാൻ ഓർത്തുപോയി ഇബ്ലീസിന് വന്നിട്ടുള്ള വിധിയെങ്ങാനും എനിക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, എന്റെ ഈമാൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, ഞാനും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നെങ്കിൽ, ഞാനും ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്നോർത്തുകൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് വല്ലാത്ത പേടിയാ, പടച്ചോനെ, എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ നിന്റെ കാരുണ്യത്തിൽ നിന്ന് അടിയോടിക്കപ്പെടുമോ? നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുമോ? നിന്റെ തൃപ്തിയിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുമോ എന്ന പേടിയാൽ ഞാൻ ജീവിക്കുകയായിരുന്നു. എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിലാണ് ഒരുപാട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ഞാൻ ജീവിച്ചത്. ആ പേടി എനിക്ക് മാറിയത് നിങ്ങൾ കാരണത്താലാണ് യാ റസൂലല്ലാഹ്. നിങ്ങളുടെ കാരുണ്യത്തിന്റെ ഭാഗമായി എന്റെ പേടി അല്ലാഹു എനിക്ക് മാറ്റി തന്നതാ. എങ്ങനെയാ എന്റെ പേടി മാറിയതെന്നറിയോ? അതിന് നിങ്ങൾ എങ്ങനെയാ കാരണമായതെന്നറിയോ? നിങ്ങൾ ഈ ഭൂമിയിലേക്ക് സകല കാരുണ്യത്തിന്റെയും ഉറവിടമായി നിയോഗിക്കപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കിത്തരാൻ എന്നെയാണല്ലോ അല്ലാഹു ഏൽപ്പിച്ചത്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓരോ ആയത്തുകൾ ഞാൻ സ്വീകരിച്ചിട്ട് അങ്ങേക്കത് കൊണ്ടുവന്ന് ഇറക്കിത്തരികയാണ്. ഖുർആനിലെ ഓരോ ആയത്തുകൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നതിനിടയിൽ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എന്നെ വല്ലാതെ സന്തോഷപ്പെടുത്തി, എന്നെ വല്ലാതെ സമാധാനപ്പെടുത്തി. അത് എന്നെ പറ്റിയുള്ള ആയത്താണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, നബിയെ, എന്നെ പറ്റി അല്ലാഹു ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി, സമാധാനം തോന്നി. എന്താണത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين. ഇത് വിശ്വസ്തനായ ഒരു ദൂതന്റെ വർത്തമാനമാണ്, അർശിന്റെ അരികിൽ സ്ഥാനമുള്ള ഒരു ദൂതന്റെ വർത്തമാനമാണ് എന്ന് എന്നെ കുറിച്ച് അല്ലാഹു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിശ്വസ്തനാണെന്ന് അല്ലാഹു സർട്ടിഫിക്കറ്റ് തന്നിരിക്കുകയാണ്. ഇനി എനിക്ക് പേടിക്കാനില്ല, ഒരിക്കലും ഞാൻ വഞ്ചിക്കൂല, ഇബ്ലീസിനെ പോലെ ചതി കാണിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ സദാ സമയവും കാലാകാലവും ഞാൻ വിശ്വസ്തനാണ് എന്ന് എന്നെ പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നബിയേ അങ്ങ് കാരണത്താലാണല്ലോ, അങ്ങേ ഖുർആൻ ഇറക്കിയത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിന്റെ ഭാഗമാണു ഞാൻ, അങ്ങ് കാരണത്താൽ രക്ഷപ്പെട്ടവനാണു ഞാൻ, അങ്ങയുടെ കരുണ കാരണത്താൽ സമാധാനം ലഭിച്ചവനാണു ഞാൻ. എന്റെ ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന്, ഞാൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടില്ല എന്ന്, അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് ഞാൻ അട്ടിയോടിക്കപ്പെടുകയില്ല എന്ന് എന്റെ മനസ്സിന് സമാധാനമുണ്ടായത്
അങ്ങ് പ്രവാചകരായി നിയോഗിക്കപ്പെട്ടത് കൊണ്ടാണ് യാ റസൂലല്ലാഹ് वो जिसके लिए महफिल कौनैन सजी है फिरदौस से भरी जिसके वसीले से बनी है वो हाशिमी मक्की मदनीयुल अरबी है वो मेरा नबी मेरा नबी मेरा नबी है वो मेरा नबी मेरा नबी मेरा नबी है ഈ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനിച്ചു വീണ മറ്റൊരു കുഞ്ഞുമില്ല. ലോക ചരിത്രത്തെ രണ്ടായി പകുത്ത മറ്റൊരു മനുഷ്യനുമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ജന്മം ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പഠിച്ചതുപോലെയല്ല. ആദം നബിയെ പഠിച്ചപ്പോൾ ആർക്കും അറിയില്ല ഇത് ആദം നബിയാണ്, ഇതൊരു വലിയ മനുഷ്യനാണ്, ഇതൊരു വലിയ മനുഷ്യകുലത്തിന്റെ നേതാവാണ്, ഇത് അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട ഒരാളാണ്, അതൊന്നും ആർക്കും അറിയില്ല. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടക്കുന്നതിന്റെ തുടക്കം എന്നുള്ളത് മണ്ണിന്റെ ഒരു രൂപം അല്ലാഹു അവിടെ പടച്ചിട്ടു. കുറെ കാലം ജീവനില്ലാതെ ഒരു ശവം പോലെ അതിങ്ങനെ കിടക്കുക. മലക്കുകൾക്ക് അറിയില്ല എന്താ സംഗതി, എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം, ഒന്നും അറിയില്ല. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ രൂപം കാണുമ്പോ അതിനടുത്തൊന്ന് തൊട്ടു നോക്കും, ഒന്ന് പിടിച്ചു നോക്കും, ആ മൂക്കിന്റെ ഉള്ളിലൂടെ കയറിയിട്ട് വായിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്ന് നോക്കും, എന്താ സംഗതി മനസ്സിലാവണില്ല. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കണതിന്റെ മുമ്പ് വെറും മണ്ണിന്റെ രൂപമായി ഒരുപാട് കാലം അദ്ദേഹം കിടന്നിട്ടുണ്ട്, ആരുമല്ലാതെ കിടന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചതും ആരോരും അറിയാതെ വിജനമായ ഒരു പുഴവക്കില് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്താണ്. ഇബ്രാഹിം നബി ജനിച്ചപ്പോ ആരും സന്തോഷിച്ചില്ല, ആരും ആ ജനനം ആഘോഷിച്ചില്ല. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. ആ ജന്മത്തിന്റെ മേലിൽ പ്രിയപ്പെട്ട ഉമ്മയെ ആരും ആശംസിച്ചില്ല. ഇബ്രാഹിം നബിന്റെ ഉമ്മാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നമുക്ക് പോലും അറിയില്ല. ആർക്കെങ്കിലും അറിയും? മൂസാ നബിന്റെ ഉമ്മാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അറിയുന്ന ആൾക്കാർ കുറച്ചുണ്ടായിരിക്കാം, പക്ഷെ ഭൂരിഭാഗം ആളുകൾക്ക് അറിയില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മാന്റെ പേര് ചോദിച്ചാല് ചില ആളുകൾക്കൊക്കെ അറിയും, കാരണം ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് മറിയം ബീവിയാണ്. പക്ഷേ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ പേര് ചോദിച്ചാൽ ഈ സദസ്സിലിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയൂലേ, ആമിന ബീവി തന്നാരംഭമേ ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ, ആമിന ബീവി തൻ ആരംഭമേ ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ, എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ സുരലോകം വാഴ്ത്തിടും ഇസ്മല്ലോ, എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ സുരലോകം വാഴ്ത്തിടും ഇസ്മല്ലോ, മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ് മുസ്തഫ തങ്ങളിൽ സല്ലല്ലാഹ്. ആമിന ബീവി റളിയല്ലാഹു അൻഹാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയത് എങ്ങനെയാ? സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു, ഹൂറുൽ അണിഞ്ഞൊരുങ്ങി, മലക്കുകളെല്ലാം തസ്ബീഹുമായി കാത്തിരിക്കുകയാ, ആകാശവും ഭൂമിയും പ്രകാശിക്കുകയാ. ഈ ഭൂമി വല്ലാത്ത പ്രകാശം കൊണ്ട് നിറയുകയാ, ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരികയാ, തസ്ബീഹും തഹ്ലീലുമായവർ അല്ലാഹുവിന്റെ മഹത്വങ്ങളെ വാഴ്ത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുകയാ, ലോകമേ മുത്തുനബി തങ്ങളെ ജനിക്കാൻ സമയമായിരിക്കുന്നു, കാത്തിരിക്കുക എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുകയാണ്. ബിംബങ്ങൾ തലകുത്തി വീഴുകയാ, സഫാ മർവ കുന്നുകൾ പ്രകാശം കൊണ്ട് നിറയുകയാ. ആയിരക്കണക്കിന് വർഷങ്ങളായി ആരാധിച്ചിരുന്ന തീകൾ കെട്ടുപോവുകയാ, സാവാ തടാകം പറ്റി വരണ്ടു പോവുകയാ. ലോകത്തൊരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുകയാ, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ വിറക്കുകയാ, പൊളിഞ്ഞു വീഴുകയാ. പേർഷ്യയിലെ രാജാവിന്റെ കൊട്ടാരം തകർന്നു വീണ് ആ കൊട്ടാരത്തിലുള്ളവർ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ സ്തബ്ധരായി നിന്നുപോയ രാത്രിയാണ്.